നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 88 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ജോസഫ് വാഴക്കനെ വിളിക്കൂ, മൂവാറ്റുപുഴയെ രക്ഷിക്കൂ. കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ പോസ്റ്ററുകൾ പ്രചരണം. വെറും കുത്തിത്തിരിപ്പാണെന്ന് മുൻ MLA ജോസഫ് വാഴക്കൻ. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കം. പേടിക്കപ്പള്ളിയിൽ ഇതര സംസ്ഥാന തൊഴിലാളി കുത്തേറ്റ് മരിച്ചു. ഒഡീഷ സ്വദേശി രാകേഷ് ബെഹ്റയാണ് കുത്തേറ്റ് മരിച്ചത്. കനിവ ഹോം കെയർ വോളണ്ടിയർമാർക്കുള്ള പരിശീലന ക്യാമ്പ് നടത്തി. കനിവ രക്ഷാധികാരി അഡ്വക്കേറ്റ് അനീഷ മാത്യു ഉദ്ഘാടനം ചെയ്തു. ലഹരി മാഫിയക്കെതിരെ മാരത്തൺ സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് ആയവന മണ്ഡലം കമ്മിറ്റിയാണ് മാരത്തൺ സംഘടിപ്പിച്ചത്. മാത്യു കുഴൽനാടൻ MLA മാരത്തൺ ഉദ്ഘാടനം ചെയ്തു. വടക്കൻ പാലക്കോടിക്ക് സമീപം അപകടം. 3 കാറുകൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ 3 യാത്രക്കാരെ കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ജോസഫ് വാഴക്കനെ വിളിക്കൂ, മൂവാറ്റുപുഴയെ രക്ഷിക്കൂ. കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ പോസ്റ്ററുകൾ പ്രചരിച്ചതോടെ പ്രതികരണവുമായി മുൻ MLA ജോസഫ് വാഴക്കൻ. പ്രതിപക്ഷത്തുള്ളവർ ചെയ്യുന്ന വെറും കുത്തിത്തിരിപ്പാണെന്ന് മുൻ MLA ജോസഫ് വാഴക്കൻ. മൂവാറ്റുപുഴയുടെ സമീപ പ്രദേശങ്ങളിൽ ജോസഫ് വാഴക്കനെ വിളിക്കൂ, മൂവാറ്റുപുഴയെ രക്ഷിക്കൂ എന്ന പോസ്റ്ററുകളും ഫ്ലെക്സുകളും പ്രചരിച്ചതോടെ പ്രതികരണവുമായി മുൻ MLA ജോസഫ് വാഴക്കൻ. പോത്താനിക്കാട്, പറമ്പഞ്ചേരി, പുളിന്താനം പ്രദേശങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് ഫ്ലെക്സുകൾ പതിച്ചിരിക്കുന്നത്. ഇതോടെയാണ് മുൻ MLA വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയത്. കോൺഗ്രസുകാരും UDFകാരും അറിയാതെ പ്രതിപക്ഷത്തുള്ളവരാണ് പോസ്റ്റർ പതിപ്പിക്കുന്നതെന്നും ഇത് വെറും കുത്തിത്തിരിപ്പാണെന്നും മുൻ MLA ജോസഫ് വാഴക്കൻ മൂവാറ്റുപുഴ ന്യൂസിനോട് പ്രതികരിച്ചു. അതൊക്കെ കുത്തിത്തിരിപ്പുകാരുണ്ടാക്കുന്ന, അതൊന്നും കോൺഗ്രസ്സുകാരോ UDFകാരോ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അതൊക്കെ ചെറിയ താല്പര്യ കക്ഷികൾ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് അതേതോ മറ്റ് പ്രതിപക്ഷത്തുള്ള ആളുകളാരോ ചെയ്യുന്നതാണ്, മറുഭാഗത്തുള്ള ആരോ ചെയ്യുന്ന കാര്യമാണ്. അതല്ലാതെ അതൊന്നും ഇതിനകത്ത് വെറും കുത്തിത്തിരിപ്പ് നടത്തുന്ന കാര്യമാണ്. അതിലൊന്നും വേറെ പാർട്ടിക്കോ UDFനോ ആർക്കും ഒരു പങ്കുമില്ല അതിനകത്ത്. നമുക്കെല്ലാ ആളുകൾക്കും പാർട്ടിയാണ് ഡിസിഷൻ എടുക്കുന്നത്. എല്ലാ ആളുകൾക്കും നിൽക്കാനും പ്രവർത്തിക്കാനുള്ള സ്പേസ് ഉണ്ട്. അതിനൊന്നും കുഴപ്പമുള്ള കാര്യമാണ്. ഇടതുപക്ഷക്കാരാണെന്ന് എൻ്റെ പൂർണ്ണ വിശ്വാസം. അല്ലെങ്കിൽ ഈ പണിയൊന്നും കാണിക്കേണ്ട കാര്യമില്ല. അങ്ങനെയല്ലല്ലോ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതൊരു ശരിയായ കാര്യമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെയാണ് നഗരത്തിലെ പല പ്രദേശങ്ങളിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണോ അതോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളാണോ പോസ്റ്റർ പതിപ്പിച്ചതെന്ന കാര്യം വ്യക്തമല്ല. പേടിക്കപ്പള്ളിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തിൽ ഒരാൾ കുത്തേറ്റ് മരിച്ചു. ഒഡീഷ സ്വദേശി രാകേഷ് ബെഹ്റയാണ് കുത്തേറ്റ് മരിച്ചത്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മൂവാറ്റുപുഴ പോലീസ്. പേഴക്കാപ്പള്ളിയിൽ പ്ലൈവുഡ് കമ്പനിയിലെ ജോലിക്കാരായ ഇതര സംസ്ഥാന തൊഴിലാളികൾ മദ്യപാനത്തെ തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഒഡീഷ സ്വദേശി രാകേഷ് ബെഹ്റയാണ് മരിച്ചത്. പേഴക്കാപ്പള്ളി പൈനാപ്പിൾ സിറ്റിക്ക് സമീപം പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് കമ്പനിയിലെ ജീവനക്കാരായ ഒഡീഷ സ്വദേശികളായ രാകേഷ് ബെഹ്റയും ശരത് മാരാനും ഞായറാഴ്ച രാത്രി 1 ഇരുവരും ചേർന്ന താമസ സ്ഥലത്തിരുന്ന് മദ്യപിക്കുന്നതിനിടെയുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് പ്രതി ശരത് മാരാൻ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് രാകേഷ് ബെഹ്റയുടെ നെഞ്ചിൽ കുത്തുകയായിരുന്നു. ബഹളം കേട്ടെത്തിയ നാട്ടുകാർ രാജേഷ് ബെഹ്റയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടയിൽ മരണപ്പെടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ചേർന്ന് പ്രതി ശരത് മാരാനെ മൂവാറ്റുപുഴ പോലീസിന് കൈമാറി. പ്രതി ശരത് മാരാന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. മൂവാറ്റുപുഴ കനിവ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്റർ ഹോം കെയർ വോളണ്ടിയർമാർക്കുള്ള പരിശീലന ക്യാമ്പ് നടത്തി. കനിവ രക്ഷാധികാരി അഡ്വക്കേറ്റ് അനീഷ മാത്യു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഹോം കെയർ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള വോളണ്ടിയർമാർക്കുള്ള പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. കനിവ് രക്ഷാധികാരി അഡ്വക്കേറ്റ് അനീഷ മാത്യു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കനിവ് ചെയർമാൻ MA സഹീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ IMA ചെയർമാൻ ഡോക്ടർ ഹസൻ പാലിയേറ്റീവ് സന്ദേശം നൽകി. പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ 2 വാക്കുകൾ എല്ലാവരും ആദ്യം തന്നെ പറയുന്നത് സിമ്പതി, എമ്പതി. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. ഒരാൾ പുഴയിൽ ചാടി, പുഴയിൽ വീണു. അയ്യോ ഒരാൾ വീണല്ലോ എന്നും പറഞ്ഞ് കരയിൽ നിന്ന് കരയുന്നതാണ് സിമ്പതി. എന്നാൽ കരഞ്ഞ ആളെ രക്ഷിക്കാൻ വേണ്ടി അയാളുടെ വേദനയും പ്രയാസവും പറഞ്ഞുകൊണ്ട് അയാളെ സഹായിക്കുമ്പോഴാണ് സിമ്പതി ആവുന്നത്, എമ്പതി ആവുന്നത്. അപ്പോൾ സിമ്പതി അല്ല നമുക്ക് വേണ്ടത്, എമ്പതിയാണ് വേണ്ടത്. ചില ആളുകൾ പറയും എൻ്റെ ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്ക് വലിയ കഴിവൊന്നുമില്ല, എൻ്റെ അക്കൗണ്ടിൽ ലക്ഷങ്ങളോ കോടികളോ ഇല്ല, ഞാൻ എങ്ങനെ ഒരു പൊതുപ്രവർത്തകനായി അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിൽ പ്രവർത്തിക്കും, എങ്ങനെ പ്രവർത്തിക്കും? ഇപ്പോൾ ഞാൻ സാധാരണ പറയുന്ന 3-4 കാര്യങ്ങളുണ്ട്. ഒരു കോടീശ്വരനാകണമെന്നോ പൈസയൊന്നും അല്ല മൂലധനം. ഒരു വയസ്സായ ഒരാളെ കാണുമ്പോൾ അവരെ മുഖത്ത് നോക്കി തോളത്ത് തട്ടി എന്താണ് അച്ഛ വിശേഷം, എന്താണ് മുത്തശ്ശ വിശേഷം, എന്താണ് അപ്പച്ച വിശേഷം,
എന്താണ് അമ്മ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം അത് അളക്കാൻ പറ്റുന്നില്ല അപ്പുറം. റൈസിംഗ് കോർഡിനേറ്റർ രമ്യ RR ക്ലാസിന് നേതൃത്വം നൽകി. ക്യാമ്പിൽ കനിവ് സെക്രട്ടറി KK സുമേഷ്, കനിവ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ MR പ്രഭാകരൻ, MN മുരളി, എബി പോൾ, മിനി ബൈജു, KN ജയപ്രകാശ്, EM ഷാജി എന്നിവർ പ്രസംഗിച്ചു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ലഹരി മാഫിയക്കെതിരെ മാരത്തൺ സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് ആയവന മണ്ഡലം കമ്മിറ്റി. നാടിന്റെ യുവത്വത്തെ കാർന്നു തിന്നുന്ന ലഹരി മാഫിയക്കെതിരെ യൂത്ത് കോൺഗ്രസ് ആയവന മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശവുമായി മാരത്തൺ സംഘടിപ്പിച്ചു. മാത്യു കുഴൽനാടൻ MLA മാരത്തൺ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷോൺ ജോഷി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഡോ ടോമി മുഖ്യാതിഥിയായി. MCS Hospital, we take care of your health. കൂത്താട്ടുകുളം വടക്കൻ പാലക്കുടിക്ക് സമീപം 3 കാറുകൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ പരിക്കേറ്റ 3 യാത്രക്കാരെ കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. MC റോഡിൽ കൂത്താട്ടുകുളം വടക്കൻ പാലക്കുടിക്ക് സമീപം 3 കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. കൂത്താട്ടുകുളം കാരമല സ്വദേശി മാത്യു അഗസ്റ്റിൻ, ഇടുക്കി പീരിമേട് സ്വദേശികളായ അമലു ഷാജ്, ആൽബിൻ K വർഗീസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെ 7 കൂത്താട്ടുകുളം ഭാഗത്തുനിന്നും മൂവാറ്റുപുഴ ഭാഗത്തുനിന്നും വന്ന കാറുകളാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റവർ റോഡിൽ വീണ് കിടന്നിട്ടും ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ആരും തയ്യാറായില്ല. തുടർന്ന് ഇതുവഴി വന്ന സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരൻ ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ഇവരെ കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടത്തെ തുടർന്ന് MC റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. ലഹരിക്കെതിരെ കളിക്കളം ഒരുങ്ങുന്നു. MLA കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് 2026 ആരംഭിച്ചു. കാലാമ്പൂർ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിന്റെ കിക്ക് ഓഫ് കർമ്മം മാത്യു കുഴൽനാടൻ MLA നിർവഹിച്ചു. MLA കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് 2026 ആവേശകരമായ തുടക്കം. ലഹരിക്കെതിരെ കളിക്കളം ഒരുങ്ങുന്നു എന്ന ശക്തമായ സന്ദേശം ഉയർത്തിപ്പിടിച്ച് കാലാമ്പൂർ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിന്റെ കിക്ക് ഓഫ് കർമ്മം മാത്യു കുഴൽനാടൻ MLA നിർവഹിച്ചു. ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ പായിപ്രയും വാളകവും ഏറ്റുമുട്ടി. മത്സരത്തിൽ 1 ഗോളിന് വാളകം വിജയിച്ചു. പോത്താനിക്കാടും ആയവനയും തമ്മിൽ നടന്ന 2ാം മത്സരത്തിൽ ആയവന 3 ഗോളുകൾക്ക് പോത്താനിക്കാടിനെ പരാജയപ്പെടുത്തുകയായിരുന്നു. ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ കല്ലൂർക്കാട് ആയവനെയും 2ാം മത്സരത്തിൽ മഞ്ഞള്ളൂരും ആവോലിയും തമ്മിൽ ഏറ്റുമുട്ടും. പഞ്ചായത്തുകളെ പ്രതിനിധീകരിക്കുന്ന ടീമുകൾ പങ്കെടുക്കുന്ന ഈ ടൂർണമെന്റ് പ്രദേശത്തെ കായിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം യുവജനങ്ങളിൽ കായിക ബോധവും ഐക്യവും വളർത്തുന്നതിന് സഹായമാകും. 8 മുതൽ 15 വരെ നടക്കുന്ന നോട്ട് ഔട്ട് രീതിയിലുള്ള ടൂർണമെന്റിൽ ആകെ 12 ടീമുകളാണ് മത്സരിക്കുന്നത്. സെമി ഫൈനൽ മത്സരങ്ങൾ 12, 13 തീയതികളിലും ഫൈനൽ മത്സരം 15 രാത്രി 8-നുമാണ് നടത്തപ്പെടുന്നത്. വിജയികൾക്ക് 1ാം സമ്മാനമായി 30,000 രൂപയും ട്രോഫിയും, 2ാം സ്ഥാനക്കാർക്ക് 15,000 രൂപയും ട്രോഫിയുമാണ് സമ്മാനം. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വാഴക്കുളം മറ്റത്തിൽ മത്തായി മാത്യുവിന്റെ ഭാര്യ മേരി 88 നിര്യാതയായി. സംസ്കാരം തിങ്കളാഴ്ച 10-ന് വാഴക്കുളം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ നടത്തി. പരേത വാഴക്കുളം തണ്ണിക്കോട്ട് കുടുംബാംഗമാണ്. മക്കൾ സണ്ണി, ജോബി, പരേതനായ രാജു, ഷിനി, മരുമക്കൾ ലില്ലി, മരിയ, ജോഷി. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.